ഗാമ എ എന്ന ടൂളാണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് PPT ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് നമ്മൾ ഗാമ എ സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുന്നതുകൊണ്ട് അത് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും, സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ട് വരും. അതിനുവേണ്ടി കുറച്ച് ഡീറ്റെയിൽസ് അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം നമ്മളുടെ പേഴ്സണൽ ചോയ്സസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. ആ പേഴ്സണൽ ചോയ്സസ് എൻ്റർ ചെയ്ത് നമുക്ക് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അത് 2-3 സ്റ്റെപ്പ് ഉള്ളൂ. റീഡ് ചെയ്ത് നമുക്കത് അപ്ഡേറ്റ് ചെയ്ത് അക്കൗണ്ട് ജനറേറ്റ് ചെയ്യാം. അതിനുശേഷം പ്രസന്റേഷൻ, PPT എന്ന് പറഞ്ഞ പ്രസന്റേഷൻ, അത് ക്ലിക്ക് ചെയ്ത് അതിന്റെ ടോപ്പിക്, ഏത് ടോപ്പിക്കാണോ വേണ്ടത് ആ ടോപ്പിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് 8 സ്ലൈഡ് വരെ അത് ജനറേറ്റ് ആവും. 8 സ്ലൈഡ് വരെ ഫ്രീ ആയിട്ടാണ് ജനറേറ്റ് ആവുന്നത്. അതിനുശേഷം അത് പേയബിൾ ആണ്. PPT എന്ന് പറയുന്നത് നല്ല കണ്ടന്റ്, നല്ല റിച്ച് കണ്ടന്റ് ആയിരിക്കും, നല്ല തീം ഉണ്ടായിരിക്കും. നല്ലൊരു തീം നമുക്ക് നമ്മുടെ ടോപ്പിക്കിന് അനുയോജ്യമായ ഒരു തീം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ സെലക്ട് ചെയ്ത തീമാണ്, ആ തീമിലാണ് ഇപ്പോൾ PPT ഓട്ടോമാറ്റിക്കലി AI ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റാണ് ടോപ്പിക്. വന്ന PPT സ്ലൈഡുകൾ നിങ്ങൾ നോക്കൂ. അതിൽ പിക്ചേഴ്സ് ഉണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്, ചാർട്ടുകളുണ്ട്, അതിൻ്റെ ടൈം ലൈൻ ഉണ്ട്. അങ്ങനെ നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ പോലും AI അതിന്റെ റിച്ച് ആയിട്ടുള്ള കണ്ടന്റ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രസന്റേഷൻ ആക്കി നമുക്ക് തരുന്നതാണ്. അതിനുശേഷം ജസ്റ്റ് നമുക്ക് ചെയ്യാവുന്നത് അത് എക്സ്പോർട്ട് ചെയ്യാം. അത് ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും എക്സ്പോർട്ട് ചെയ്യാം. PDF, PowerPoint. ഏറ്റവും നല്ലത് PowerPoint ആയിട്ട് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് എഡിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് വേണ്ട കണ്ടന്റുകൾ റിമൂവ് ചെയ്യാം, ചിലത് ആഡ് ചെയ്യാം. അതിന്റെ തീമിലും അതിന്റെ കളറിലും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്താം. ഞാനിവിടെ എക്സ്പോർട്ട് ടു PowerPoint ക്ലിക്ക് ചെയ്തു. അത് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ചെയ്യും. ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അത് ഡൗൺലോഡ് ആവും. ഇതാണ് ആ PPT ജനറേറ്റ് ആയത്.